നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 13-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 29-ാം തീയതി തിങ്കളാഴ്ച. ഇത് തിങ്കളാഴ്ചയാണ്. തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം നക്ഷത്രങ്ങളിൽ വച്ച് ഏറ്റവും ശുഭനക്ഷത്രങ്ങൾ പെടുന്ന ഒന്നാണ്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം തിങ്കളാഴ്ച. അപ്പോൾ ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഈ ആഴ്ച ആരംഭം നല്ലതാണ്. അപ്പോൾ എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾക്ക് ഇറങ്ങിയാലും അത് വിജയിക്കുന്ന സമയമാണ്. അപ്പോൾ ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന കാലയളവാണ്. ഇപ്പോൾ സന്തോഷപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരും. അതുകൊണ്ട് ഇന്ന് എന്ത് കാര്യങ്ങൾക്ക് മാറ്റിവെക്കാതെ കാര്യങ്ങൾ പൂർത്തീകരിക്കുക. കാരണം അത് ഗുണപ്രദമായി തീരും. അതുപോലെ മിഥുന മാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ വരും. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണത്തിന് അനുകൂലപ്രദമായ സമയമാണ്. വീട് വാങ്ങാൻ അനുകൂലപ്രദമായ സമയമാണ്. വാഹനം വാങ്ങാൻ അനുകൂലപ്രദമായ സമയമാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കുടുംബത്തേക്ക് വിദേശത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക്, സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിനോ അല്ലാതെയോ വിദേശത്ത് പോകാൻ അനുകൂലപ്രദമായ സമയമാണ്. ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് കലാശിക്കും. നമ്മളിത് ബുദ്ധിമുട്ടിയാണ് പോയാലും ഇതൊക്കെ ഗുണപ്രദമായി തീരും. അതുകൊണ്ട് ഈ സമയത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഇന്ന് നമ്മൾ ഓരോ നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാലം വരുന്നത് 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാലം 7:30 7:48 തുടങ്ങുകയുള്ളൂ. 9:22 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഈ സമയം യാത്രയ്ക്ക് നല്ലതല്ല, ശുഭയാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ ഒന്നിനും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികൻ്റെ ഉദയ സമയവും യമകണ്ഠൻ്റെ കാലസമയവും. ഇത് രണ്ടും നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒഴിവാക്കണം. അതിൽ ഗുളികകാല സമയം വരുന്നത് 2:04 തൊട്ട് 3:38 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 10:56 തൊട്ട് 12:30 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ശുഭമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12:06 തൊട്ട് 12:54 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടമാണ്. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വെള്ള വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ ഒക്കെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. ചന്ദ്രൻ്റെ പ്രകാശം നമ്മളിലേക്ക് ഉൾക്കൊള്ളാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.